ചെറുപ്പത്തിൽ ഏറ്റവും കൂടുതൽ പേടി ആരെയായിരുന്നു? ഇടങ്കൈ കൊണ്ട് ബാറ്റ് കറക്കി ക്രീസിലേക്ക് വരുന്ന ആഡം ഗിൽക്രിസ്റ്റ്, ബാറ്റിനെ ഒരു കഥ പോലെയാക്കി ഭീമനെ പോലെ നെഞ്ചും വിരിച്ച് നടക്കുന്ന മാത്യു ഹേഡൻ, ടീമിനായി തല്ലാനും കൊല്ലാനും റെഡിയായിരുന്ന ആൻഡ്രൂ സൈമൺസ്, ടീമിനെ വിജയിപ്പിക്കാതെ ഡ്രസ്സിംഗ് റൂമിലെത്തില്ലെന്ന് ശപഥമെടുത്തിരുന്ന മൈക്കൽ ബെവൻ, ചിരിച്ചുകൊണ്ട് തലയെടുക്കുന്ന ഡാമിയൻ മാർട്ടിൻ, ചേട്ടന്മാരെ കണ്ടുപഠിക്കുന്ന മൈക്കൽ ക്ലാർക്കും ഷെയ്ൻ വാട്സണും, അധികം തല്ലുകൊള്ളിത്തരം കാണിക്കാത്ത മിസ്റ്റർ ക്രിക്കറ്റർ മൈക്ക് ഹസി, സച്ചിനെയും ലാറയെയും വരെ മയക്കിക്കിടത്തിയ ദ വൺ ആൻഡ് ഓൺലി ഗ്ലെൻ മഗ്ര, സ്റ്റൈലിഷ് ആക്ഷനും സ്റ്റൈലിഷ് ലുക്കുമുള്ള ഫയർ ബാൻഡ് ബെറ്റ്ലി, ജേസൺ ഗില്ലസ്പി, നദാൻ ബ്രാക്കൻ, ആൻഡി ബിച്ചൽ എന്നിങ്ങനെ നീളുന്ന പേസ് ഫാക്ടറി വേറെയും. ഇതിനെല്ലാം പുറമെ ദ മജീഷ്യൻ ഷെയ്ൻ ബോണിന്റെ കാവിയോ. ഇവരെയെല്ലാം നയിക്കാൻ പോന്ന രണ്ട് ക്യാപ്റ്റന്മാർ, ദ കമാൻഡർ ഇൻ ചീഫ് സ്റ്റീഫൻ റോഡ്ഗർവോ എന്ന സ്റ്റീവോ, അയാൾ കൈമാറിയ ഓസീസ് പതാക അതിലും ഉയരെ പാറിപ്പിച്ച റിക്കി തോമസ് പോണ്ടി. എതിരാളികളെ ഇത്രമേൽ അമാനമാടിയ ഒരു സംഘം ക്രിക്കറ്റിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇത്രയും അസൂയയോടെയും പേടിയോടെയും ഒരു ടീമിനെയും ക്രിക്കറ്റ് ലോകം